ഹലോ, അക്കാദമിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് SSC GDയുടെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ജനറൽ അവയർനെസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താ പറയുക, സബ്ജക്റ്റായിട്ട് ഇങ്ങനെ മാറ്റിയിട്ടൊന്നുമില്ല. ഹിസ്റ്ററി, ജോഗ്രഫി അല്ലെങ്കിൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെ ഒന്നുമില്ല. ജനറൽ അവയർനെസ്സിൽ മുൻ വർഷങ്ങളിൽ SSC GD എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ബണ്ടിൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാംസിനെല്ലാം നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതനുസരിച്ച് തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രിപ്പയർ ആക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ എന്നും പറയുന്ന കാര്യമൊക്കെ തന്നെയാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ടാണ് ഇവിടെ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറയുമ്പം എക്സ്ട്രാ പോയിൻറ്റ്സ് വല്ലതും കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമുക്ക് ആ രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇനി വരുന്ന എക്സാംസിനൊക്കെ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അതെല്ലാം ഒരു പോയിൻ്റ് പോലും വിട്ടു പോവാണ്ട് എല്ലാം നോട്ട് ചെയ്ത് വെക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. അധികം സമയമൊന്നും ഇനി കളയണ്ട അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Who was the founder of the സത്യശോധക് സമാജ്? സത്യശോധക് സമാജിൻ്റെ സ്ഥാപകൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. സത്യശോധക് സമാജിൻ്റെ സ്ഥാപകൻ. ആദ്യം നമ്മൾ നോക്കേണ്ടത് സത്യശോധക് സമാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സൊസൈറ്റി ഓഫ് ട്രൂത്ത് സീക്കേഴ്സ്, സത്യാന്വേഷികളുടെ ഒരു സംഘടനയാണ് സത്യശോധക് സമാജ് എന്ന് പറയുന്നത്. സത്യാന്വേഷികളുടെ സംഘടന. ഓക്കെ, ഇത് ആരാണ് സ്ഥാപിച്ചത്? ജ്യോതിറാവു ഫുലെ. ജ്യോതിറാവു ഫുലെ 1873 മഹാരാഷ്ട്ര ആസ്ഥാനമായാണ് എന്ത് സ്ഥാപിച്ചത്? സത്യശോധക് സമാജ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ഓഫ് ട്രൂത്ത് സീക്കേഴ്സ് എന്നുള്ള ഈ ഒരു സംഘടന സ്ഥാപിച്ചത്. ഓക്കെ, എന്തിനായിരുന്നു ഈ ഒരു സംഘടന? സോഷ്യൽ ഇൻജസ്റ്റിസ്, അതായത് സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെയും അക്രമങ്ങൾക്കെതിരെയും സമൂഹത്തിൽ ഈ ഒരു ഇനീക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അസമത്വം, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോരാടാനായിട്ട് ജ്യോതിറാവു ഫുലെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന സാവിത്രിഭായ് ഫുലെ, ഓക്കെ, സാവിത്രിഭായ് ഫുലെ, ഇവർ രണ്ടാളുടെയും നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടനയാണ് സത്യശോധക് സമാജ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, ഇവർ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യണത്, അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീകളുടെ വിദ്യാഭ്യാസം അതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ പണ്ടത്തെ കാലത്ത് നിങ്ങൾക്കറിയാം, സ്ത്രീകൾക്കും അതുപോലെ തന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കും ഒന്നും വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് അനുവദിച്ചിരുന്ന കാര്യമായിരുന്നില്ല അല്ലേ. സോ അതിനെതിരെ ഒക്കെ പോരാടാനായിട്ടായിരുന്നു ഇവർ ഈ ഒരു സംഘടനയിൽ ഉദ്ദേശിച്ചിരുന്നത്. ഇത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിലെ അനീതികൾ എന്ന് പറഞ്ഞാൽ ജാതി ചിന്ത, മതചിന്ത, അതുപോലെ എന്താണ് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഈ പറയുന്ന പോലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം അനുവദിക്കാതിരിക്കുക, താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം അനുവദിക്കാതിരിക്കുക, പിന്നെന്താണ് നമ്മുടെ മതപരമായിട്ടും അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുമുള്ള കാര്യങ്ങൾക്കൊക്കെ പണ്ട് കാലത്ത് ആരായിരുന്നു കൂടുതൽ? ബ്രാഹ്മിൺസിൻ്റെ പാരമ്പര്യം പോലെ അവരായിരുന്നു എല്ലാ കാര്യങ്ങളിലും ഹെഡ് ഓഫ് ദ അതോറിറ്റി ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. സോ അത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് അത് സമ്മതിക്കാൻ പറ്റുന്നതല്ല എന്നുള്ള രീതിയിൽ ബ്രാഹ്മിൺ ഹയറാർക്കിക്കെതിരെ, ഇത്തരം കാര്യങ്ങൾക്കെതിരെയൊക്കെ എന്താണ് ഇതെല്ലാം അനീതികളാണ് അല്ലേ, സമൂഹത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരുന്നിരുന്ന അനീതികളായിരുന്നു. സോ ഇതിനെല്ലാം എതിരെ പ്രവർത്തിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും കൂടെ ആരംഭിച്ച സംഘടനയാണ് സത്യശോധക് സമാജ് അല്ലെങ്കിൽ സൊസൈറ്റി ഓഫ് ട്രൂത്ത് സീക്കേഴ്സ് എന്ന് പറയുന്നത്. 1873 മഹാരാഷ്ട്ര ആസ്ഥാനമായാണ് ഈ ഒരു സംഘടന പ്രവർത്തനം ആരംഭിച്ചത്. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which institution was established in 2015 in the place of Planning Commission of India? ഇന്ത്യയിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക അതോറിറ്റി ആയിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ലേ. പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്തായിരുന്നു? ഇന്ത്യയുടെ 5 ഇയർ പ്ലാൻസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യണത് അല്ലേ. 5 ഇയർ പ്ലാൻസ്, 5 വർഷം കൊണ്ട് ഇന്ത്യയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ തുടങ്ങി വെച്ച് എന്തൊക്കെ കാര്യങ്ങൾ അവസാനിപ്പിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരുന്നു 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ഈ ഒരു 5 ഇയർ പ്ലാനൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരായിരുന്നു? പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു. പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിരുന്നു. ഇത് 2014 പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ നിർത്തലാക്കി
ഓക്കെ, അതിന് പകരമായി പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ 2015 നിലവിൽ വന്നു. അതാണ് നീതി ആയോഗ്. ഓക്കെ, നീതി ആയോഗ് എന്നാണ് വന്നത്? 2015 ജനുവരി 1 തീയതിയാണ് നീതി ആയോഗ് നിലവിൽ വന്നത്. എന്തിനാണ് നീതി ആയോഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്ഥിരമായിട്ട്, അതായത് ഇപ്പോൾ 5 ഇയർ പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ 5 വർഷം കൊണ്ട് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ നീതി ആയോഗിൽ എന്താണ്, സുസ്ഥിരമായിട്ടുള്ള വികസന പദ്ധതികളൊക്കെ കൊണ്ടുവരിക. പിന്നെന്തായിരുന്നു, നമ്മുടെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, അതായിരുന്നു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നല്ല രീതിയിൽ തന്നെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെന്താണ്, ഒരു പ്ലാനിങ് നടത്തുമ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും താഴേക്കിടയിൽ നിന്നും പ്ലാൻ ചെയ്ത് തുടങ്ങുക എന്നൊരു എന്താ പറയുക മോട്ടോ ആയിരുന്നു ആര് ഫോളോ ചെയ്യുന്നത്? നീതി ആയോഗ് ഫോളോ ചെയ്യണത്. ഏതൊരു കാര്യമാണെങ്കിലും അതിൻ്റെ എന്താ പറയുക വേരിൽ നിന്നും തുടങ്ങുക, അതിൻ്റെ പ്ലാനിങ് എന്നുള്ള രീതിയിലാണ് നീതി ആയോഗ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എല്ലായിടത്തും അത് നടപ്പിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ ഈ ഒരു നീതി ആയോഗ് എന്താ ചെയ്യുന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നടപ്പിലാക്കണം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തീരുമാനമെടുക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കണം എന്ന് വിചാരിച്ച് തീരുമാനമെടുക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം സംസ്ഥാന സർക്കാരുകൾക്കടക്കം, അതായത് സംസ്ഥാന സർക്കാരുകളിലേക്കും അതിൻ്റെ ആ ഒരു എന്താ പറയുക ഈ ഒരു ഗവേണിംഗ് അതോറിറ്റി സംസ്ഥാന സർക്കാരുകൾക്കും കൊടുക്കുക എന്നുള്ളതാണ്. അതായത് അതിലേക്ക് ആരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാണ്, കേന്ദ്ര ഗവൺമെൻറ്റിന് നടപ്പിലാക്കേണ്ടുന്ന ഒരു പദ്ധതിക്ക് സംസ്ഥാന ഗവൺമെൻറ്റിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരുമിച്ച് മുന്നോട്ട് പ്രവർത്തിക്കുക. അതായത് ഒരു സംസ്ഥാനത്തിൽ നിന്നും തുടങ്ങിയാൽ മാത്രമേ പ്രവർത്തനം, ഒരു പഞ്ചായത്ത് തലത്തിൽ തുടങ്ങിയാൽ മാത്രമേ ആ പഞ്ചായത്തുകളെല്ലാം കൂടി ചേർന്നൊരു ജില്ലയാവുള്ളൂ, ജില്ലകളെല്ലാം കൂടി ചേർന്നൊരു സംസ്ഥാനമാവുള്ളൂ, സംസ്ഥാനങ്ങളെല്ലാം കൂടി ചേർന്നൊരു രാജ്യമാവുള്ളൂ. അപ്പോൾ പ്രവർത്തനങ്ങൾ ഏറ്റവും താഴേക്കിടയിൽ നിന്നും തുടങ്ങണം എന്നുള്ള രീതി ഫോക്കസ് ചെയ്തിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? നീതി ആയോഗ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇന്ത്യൻ മ്യൂസീഷ്യൻ ഈസ് ദ ഫസ്റ്റ് സിംഗർ ടു ഗെറ്റ് ദ ഹയസ്റ്റ് സിവിലിയൻ ഓണർ, ദ ഭാരത് രത്ന? എന്താ പറയുന്നത്? ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള, അതായത് ഒരു ഇന്ത്യക്കാരനായ ഒരാൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പരമോന്നത ബഹുമതിയായിട്ടുള്ള ഭാരത് രത്ന കിട്ടിയ ആദ്യത്തെ ഇന്ത്യൻ മ്യൂസീഷ്യൻ, ഇന്ത്യൻ സംഗീതജ്ഞൻ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ആരായിരുന്നു അത്? MS സുബ്ബലക്ഷ്മിക്കാണ് ആദ്യമായിട്ട് ഭാരത് രത്ന കിട്ടുന്ന ഇന്ത്യൻ സംഗീതജ്ഞൻ ആരാണ്? MS സുബ്ബലക്ഷ്മിയാണ്. ഓക്കെ, MS സുബ്ബലക്ഷ്മിക്ക് എന്നാണ് കിട്ടുന്നത്? 1998 രാജ്യം MS സുബ്ബലക്ഷ്മിയെ ഭാരത് രത്ന നൽകി ആദരിച്ചത്. ഓക്കെ, MS സുബ്ബലക്ഷ്മി ആരാണ്? തമിഴ്നാട്ടിൽ നിന്നുള്ള എന്താ പറയുക അത്രയും ഇതിഹാസ തുല്യമായിട്ടുള്ള കർണാടക സംഗീതജ്ഞയാണ് MS സുബ്ബലക്ഷ്മി. MS സുബ്ബലക്ഷ്മിനെ നമ്മൾ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ നമുക്കറിയാം. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? നൈറ്റിംഗേൾ ഓഫ് ഇന്ത്യ എന്നുള്ളത് ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ, കർണാടക മ്യൂസിക്കിൻ്റെ, കർണാട്ടിക് സംഗീതത്തിൻ്റെ ആ ഒരു ശാസ്ത്രീയ സംഗീതത്തിൻ്റെ മേഖലയിൽ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ്? MS സുബ്ബലക്ഷ്മിയാണ്. ഓക്കെ, ഇതിപ്പം 1998 ഭാരത് രത്ന കിട്ടുന്ന ആദ്യത്തെ സംഗീതജ്ഞ മാത്രമല്ല, 1966 UN പെർഫോം ചെയ്തിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ സംഗീതജ്ഞയും ആരാണ്? MS സുബ്ബലക്ഷ്മിയാണ്. ഓക്കെ, യുണൈറ്റഡ് നേഷൻസിൽ സംഗീത കച്ചേരി അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിൽ പരിപാടി അവതരിപ്പിക്കാൻ എന്താ പറയുക ഓണർ ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ സംഗീതജ്ഞ അല്ലെങ്കിൽ മ്യൂസീഷ്യനാണ് ആര്? MS സുബ്ബലക്ഷ്മി. 1966 അവർ UN പരിപാടി അവതരിപ്പിച്ചത്. ഓക്കെ, ഹിന്ദിയിൽ ഒരുപാട് അവരുടെ ഡിവോഷണൽ സോങ്സ് ആണെങ്കിലും ക്ലാസിക്കൽ റെൻഡിഷൻസ് ആണെങ്കിലും എന്താണ് നല്ല രീതിയിൽ തന്നെ ഇന്ത്യൻ മ്യൂസിക്കിൽ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റുകളും വലിയ രീതിയിലുള്ള തിയറീസും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ എന്തു പറയുന്നത്? ഈ ഒരു ഭാരത് രത്ന നൽകി ആദരിച്ചത്. ഓക്കെ, ഇനി MS സുബ്ബലക്ഷ്മിക്ക് ശേഷം ഭാരത് രത്ന ലഭിച്ച
ഗായകർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ 2001 ലതാ മങ്കേഷ്കർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 2001 ലതാ മങ്കേഷ്കർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഭാരത് രത്ന പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം 2019 മരണാനന്തരമാണ്, പോസ്റ്റ്മസ്ലി ആണ് ആർക്ക് കിട്ടിയത്? ഭൂപൻ ഹസാരിക. ഓക്കെ, 2019 ഭൂപൻ ഹസാരികയ്ക്ക് മരണാനന്തര ബഹുമതിയായിട്ട് എന്ത് കിട്ടി? ഭാരത് രത്ന ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ 3 പേരാണ് ഭാരത് രത്ന ലഭിച്ച സംഗീതജ്ഞർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കണു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കംപ്ലീറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ വിത്ത് റെസ്പെക്ട് ടു ദ ജഡ്ജസ് റിമൂവൽ. അതായത് ഇപ്പം നമുക്കറിയാം, നമുക്ക് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് അങ്ങനെ എല്ലായിടത്തും ആരുണ്ട്? ജഡ്ജിമാരുണ്ട് അല്ലേ? അവരുടെ സ്ഥാനചലനം, അതായത് കാലാവധി പൂർത്തീകരിക്കാതെ അവരെ സ്ഥാനം മാറ്റുക എന്നുള്ളതിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഇന്ത്യൻ ഭരണഘടനയിൽ എങ്ങനെയാണ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിൽ പ്രിസ്ക്രൈബ്സ് എ വെരി ഡിഫിക്കൽട്ട് പ്രൊസീജിയർ ഫോർ റിമൂവൽ ഓഫ് ജഡ്ജസ്. ജഡ്ജിമാരെ സ്ഥാനം മാറ്റുക എന്നുള്ളത് അത്ര സിമ്പിളായിട്ട് നടക്കുന്നൊരു പരിപാടിയല്ല. കാരണം എന്താണ്? ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത അധികാരിയാണ് ജഡ്ജസ് എന്ന് പറയുന്നത് അല്ലേ? അത് സുപ്രീം കോടതി ജഡ്ജ് ആണെങ്കിലും ഹൈക്കോടതി ജഡ്ജ് ആണെങ്കിലും. അപ്പം എന്താണ്? അവരെ നമ്മൾ അവിടെ നിന്ന് സ്ഥാനം മാറ്റണം, അവരുടെ കാലാവധി കഴിയുന്നതിന് മുൻപേ സ്ഥാനം മാറ്റണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം അലിഗേഷൻസ് അവരുടെ പേരിൽ നമ്മൾ എന്താ പറയുക മുന്നോട്ട് വെക്കണം അല്ലേ? അപ്പം നമുക്ക് നോക്കാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു ഇംപീച്ച്മെന്റ് എന്നാണ്, റിമൂവൽ ഓഫ് ജഡ്ജസ് എന്ന് പറഞ്ഞാൽ അതിനെ പറയുന്ന ഒരൊറ്റ പേരാണ് ഇംപീച്ച്മെന്റ്. നമ്മൾ പ്രസിഡന്റ്സ് ഇംപീച്ച്മെന്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അതുപോലെ ജഡ്ജസ് ഇംപീച്ച്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, സുപ്രീം കോർട്ടിന്റെയും ഹൈക്കോർട്ടിന്റെയുമാണ്. നമുക്ക് ജുഡീഷ്യൽ, അതായത് നല്ല രീതിയിലുള്ള ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ, എന്നിരുന്നാലും നല്ല രീതിയിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ അത്രത്തോളം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രൊസീജിയറാണ് ജഡ്ജസിന്റെ ഇംപീച്ച്മെന്റിൽ വരുന്നത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ആർട്ടിക്കിൾ 124(4) സുപ്രീം കോടതി ജഡ്ജസിന്റെ റിമൂവലിനെ കുറിച്ച്, ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 124(4) സുപ്രീം കോടതി ജഡ്ജസിന്റെ റിമൂവലിനെ കുറിച്ച് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 217 ഹൈക്കോടതി ജഡ്ജസിന്റെ റിമൂവലിനെ കുറിച്ച് പറയുന്നത്, ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ 124(4) സുപ്രീം കോടതി ജഡ്ജസിന്റെ കാര്യം പറയുന്നത്, 217 ഹൈക്കോടതി ജഡ്ജസിന്റെ ഇംപീച്ച്മെന്റിനെ കുറിച്ച് പറയുന്നത്. ഇവരെ നമുക്ക് ഇംപീച്ച് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സ്ഥാനം മാറ്റാൻ പറ്റുന്നത് എപ്പോൾ മാത്രമാണ്? അതായത് അവര് എന്തെങ്കിലും, അവരുടെ ഭാഗത്ത് നിന്നുണ്ടായ എന്തെങ്കിലും അപമര്യാദപരമായിട്ടുള്ള പെരുമാറ്റം, അതായത് മിസ്ബിഹേവിയർ എന്തെങ്കിലും ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്താണ് ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു, ആ സ്ഥാനത്തിന് അവർ കേപ്പബിൾ അല്ല എന്നുള്ള കാര്യം മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് അത് വിത്ത് പ്രൂവൺ എവിഡൻസ് വേണം നമുക്ക്, എന്നാൽ മാത്രമാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുക? ജഡ്ജസിന് നമുക്ക് ഇംപീച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ നോക്കാം. ഈ ഒരു ജഡ്ജിനെ ഇംപീച്ച് ചെയ്യുക എന്നുള്ള പ്രൊസീജിയറിൽ എന്തൊക്കെയാണുള്ളത്? ഒരു എന്താ പറയുക മോഷൻ, അല്ലെങ്കിൽ ഒരു ഭേദഗതി, അല്ലെങ്കിൽ ഒരു നിയമം, ഒരു തീരുമാനം ഇങ്ങനെ വരികയാണ്. ആ തീരുമാനത്തിൽ, അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശത്തിൽ, തീരുമാനം എന്നല്ല പറയണ്ടേ, നിർദ്ദേശത്തിൽ 100 ലോക്സഭാ മെമ്പേഴ്സും 50 രാജ്യസഭാ മെമ്പേഴ്സ്, ഒന്നുകിൽ 100 ലോക്സഭാ മെമ്പേഴ്സ് അല്ലെങ്കിൽ 50 രാജ്യസഭാ മെമ്പേഴ്സ് എങ്കിലും ഒപ്പിട്ടാൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ഈ ഒരു നിർദ്ദേശം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ 100 ലോക്സഭാ മെമ്പേഴ്സ് ഒപ്പിട്ടു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 50 രാജ്യസഭാ മെമ്പേഴ്സ് അത് ഒപ്പിട്ടു, അവിടെ കൊണ്ട് തീരണില്ല. ഇതിനെന്ത് ചെയ്യും? അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് ഒരു ഇൻക്വയറി കമ്മിറ്റി വരും. ഓക്കെ, ഒരു IC വരും. ആ IC കാര്യങ്ങൾ നോക്കും. എന്നിട്ട് ഇതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ് എന്ന് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യണം? പാർലമെന്റിന്റെ അപ്പർ ഹൗസും ലോവർ ഹൗസും ഇതിനെ എന്ത് ചെയ്യണം? പാസ്സാക്കണം. പാർലമെന്റിലെ അപ്പർ ഹൗസും ലോവർ ഹൗസും ഇതിനെ പാസ്സാക്കണം. എങ്ങനെ പാസ്സാക്കണം? 2/3 ഭാഗം ആൾക്കാരും ഇതിനെ അംഗീകരിക്കണം. ഓക്കെ, 2/3 ആൾക്കാരും ഇത് അംഗീകരിച്ചാൽ മാത്രമേ പാർലമെന്റിൽ ഇത് പാസ്സായി എന്ന് പറയാൻ പറ്റുള്ളൂ. പാർലമെന്റിൽ ഇത് പാസ്സായി കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രസിഡന്റിന് ഈ ഒരു റിമൂവൽ ഓർഡർ
ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവരെ റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റാണ്. പക്ഷേ അദ്ദേഹത്തിന് അല്ലെങ്കിൽ പ്രസിഡന്റിന് ഈ ഒരു റിമൂവൽ ഓർഡർ ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ലോക്സഭാ മെമ്പേഴ്സ്, രാജ്യസഭാ മെമ്പേഴ്സ് അങ്ങനെ ആ ഒരു സൈനിങ് പ്രൊസീജിയർ കഴിയണം. അതിനുശേഷം ഇൻക്വയറി കമ്മിറ്റി അന്വേഷിച്ചത് ഓക്കെ അല്ലേ എന്ന് ഉറപ്പുവരുത്തണം. അതിനുശേഷം പാർലമെന്റ്, അപ്പർ പാർലമെന്റും ലോവർ പാർലമെന്റിലും 2/3 ഓഫ് അറ്റൻഡൻസ് അല്ലെങ്കിൽ 2/3 ഓഫ് പോപ്പുലേഷൻ ആൾക്കാർ എന്ത് ചെയ്യണം, അത് അംഗീകരിച്ചാൽ മാത്രമേ പ്രസിഡന്റിന് ജഡ്ജസിന്റെ ഇംപീച്ച്മെന്റിന് വേണ്ടിയിട്ടുള്ള ഓർഡർ ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ വിശദമായിട്ട് തന്നെ ഞാൻ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ആർട്ടിക്കിൾസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക, പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, Barash is similar to the Hindu festival Diwali, which is celebrated which of the following tribes? ബറാഷ് എന്നുള്ളത് ദിവാലി പോലെ തന്നെയുള്ള ഒരു ഫെസ്റ്റിവലാണ്. ഓക്കെ, ബറാഷ് എന്ന് പറയുന്നത് എന്താണ്, ദീപാവലി പോലെ നമ്മൾ ആഘോഷിക്കുന്ന ദീപാവലി പോലെ തന്നെയുള്ള ഒരു ഫെസ്റ്റിവലാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഗോത്ര വിഭാഗക്കാരാണ് ബറാഷ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. വാർലി ആൻഡ് കൊക്കന ട്രൈബ്സ്, വാർലി കൊക്കന ഗോത്ര വിഭാഗക്കാരാണ് ബറാഷ് ആഘോഷിക്കുന്നത്. ഈ വാർലി കൊക്കന ട്രൈബ് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര, ഗുജറാത്ത് ഈ സ്ഥലങ്ങളിലാണ് ഈ ഒരു ട്രൈബൽ പീപ്പിളെ കാണുന്നത്. അതായത് ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ നമ്മൾ എവിടെയാണ് കാണുന്നത്, മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ ഒട്ടാകെ ആഘോഷിക്കുന്ന ഏറ്റവും വലിയ ഹിന്ദു ഫെസ്റ്റിവൽ ആണ് അല്ലെ, ഹിന്ദുക്കൾ ആഘോഷിക്കുന്ന ഏറ്റവും വലിയ ആഘോഷമാണ് ദിവാലി എന്ന് പറയുന്നത്. ബറാഷ് എന്ത് തന്നെയാണ്, ഏകദേശം ഇതുപോലെ തന്നെയുള്ള ട്രഡീഷൻസും അതായത് ആഘോഷങ്ങളും ആചാരങ്ങളും എല്ലാം തന്നെ ഏകദേശം ദീപാവലിയോട് അടുത്ത് നിൽക്കുന്നത് പോലെ തന്നെയാണ് ബറാഷിന്റെയും സെലിബ്രേഷൻസ്. പക്ഷെ അത് സെലിബ്രേറ്റ് ചെയ്യണത് ആരാണ്, മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമുള്ള വാർലി കൊക്കണ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്താണ് സിമിലാരിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദീപാവലിക്ക് നമ്മൾ ദീപങ്ങൾ തെളിയിക്കുന്നത് പോലെ തന്നെ ബറാഷിലും എന്ത് ചെയ്യാറുണ്ട്, ദീപങ്ങൾ തെളിയിക്കാറുണ്ട്. നമ്മൾ അതുപോലെ തന്നെ എന്തിൻ്റെ പേരിലാണ് നമ്മൾ ചെയ്യുന്നത്, അതായത് തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയം നേടിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ദീപാവലി ആഘോഷിക്കുന്നത്. ബറാഷും അതുപോലെ തന്നെയാണ്, തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയം നേടിയത് ആഘോഷിക്കുകയാണ് ബറാഷും ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് എക്കണോമിക് സെൻസസ് of India was conducted throughout the country except Lakshadweep during dash in collaboration with the states or union territories. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്പത്തിക സെൻസസ് എക്കണോമിക് സെൻസസ് ആണ് കേട്ടോ. ലക്ഷദ്വീപ് അല്ലാതെയുള്ള രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ആദ്യമായിട്ടൊരു എക്കണോമിക് സെൻസസ് നടന്നത് ഏത് വർഷമാണെന്നാണ് ചോദിക്കുന്നത്. ആരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു സെൻസസ് നടത്തിയത്, എല്ലാ സംസ്ഥാനങ്ങളെയും യൂണിയൻ ടെറിട്ടറീസിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നടത്തിയത്, ഈ ഒരു എക്കണോമിക് സെൻസസ് നടത്തിയത്. അതിൽ ആരെ മാത്രം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തില്ല, ലക്ഷദ്വീപിനെ മാത്രം ഈ ഒരു എക്കണോമിക് സെൻസസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, 1977-78 കാലത്താണ് ഈ ഒരു എക്കണോമിക് സെൻസസ് നടന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താണ്, 77 ആണ്. ഓക്കെ, 77-78 കാലത്താണ് ആദ്യത്തെ എക്കണോമിക് സെൻസസ് നടന്നത്. ആരാണ് ഇത് ചെയ്തത്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്, CSO എന്ന് പറയുന്ന സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സാമ്പത്തിക കണക്കെടുപ്പ് നടത്തിയത്. എന്തായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാജ്യത്തുടനീളം ഏതൊക്കെ രൂപത്തിലാണ് സാമ്പത്തിക സ്രോതസ്സുകൾ, രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ഏതൊക്കെ വഴിയിൽ കൂടെയാണ്, രാജ്യത്തെ മനുഷ്യന്മാർക്ക് എങ്ങനെയൊക്കെയാണ് സാമ്പത്തികം വരുന്നത് എന്ന് അറിയണ്ടേ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഇങ്ങനൊരു എക്കണോമിക് സെൻസസ് നടന്നത്. ഈ ഒരു സെൻസസിൽ നമ്മൾ ലക്ഷദ്വീപിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇത് എല്ലാ സംസ്ഥാനങ്ങളെയും യൂണിയൻ ടെറിട്ടറി ഗവൺമെന്റ്സിനെയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു എക്കണോമിക് സെൻസസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
When Mendeleev started his work, how many elements were known at that time? മെന്റലീവ് പീരിയോഡിക് ടേബിൾ നിർമ്മിക്കുന്ന സമയത്ത് എത്ര എലമെൻറ്റ്സ് ആയിരുന്നു അപ്പോൾ നിലവിലുണ്ടായിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതുവരെ കണ്ടുപിടിച്ചിരുന്നത് എത്ര എലമെൻറ്റ്സ് ആയിരുന്നു എന്നാണ് ചോദിക്കുന്നത്. 63 എലമെൻറ്റ്സ് ആയിരുന്നു മെന്റലീവ് പീരിയോഡിക് ടേബിൾ. മെന്റലീവ് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിലെ വർക്ക് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 63 എലമെൻറ്റ്സ് ആയിരുന്നു നമുക്ക് അറിയണ്ടായിരുന്നത്. മെന്റലീവ് എന്നായിരുന്നു ഈ ഒരു മെന്റലീവ്സ് പീരിയോഡിക് ലോ പ്രപ്പോസ് ചെയ്തത്? 1869 അടുപ്പിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ ആ ഒരു വർക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് 63 എലമെൻറ്റ്സ് ആണ് കണ്ടുപിടിച്ച് അവയെക്കുറിച്ചുള്ള പഠനങ്ങളായിരുന്നു നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഈ എലമെൻറ്റ്സിനെയൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്? അറ്റോമിക് വെയ്റ്റിൻ്റെ ബേസിസിലായിരുന്നു അല്ലേ? മെന്റലീവിൻ്റെ പീരിയോഡിക് ലോയിൽ പറയുന്നത് എന്താണ്? അറ്റോമിക് വെയ്റ്റിൻ്റെ ബേസിസിലായിരുന്നു അദ്ദേഹം ഈ ഒരു എലമെൻസിനെ എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കുറച്ച് അതുവരെ കണ്ടുപിടിക്കാത്ത കുറച്ച് എലമെൻസിൻ്റെ എക്സിസ്റ്റൻസ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? കുറച്ച് ഇപ്പം ഒരു 1-2 എലമെൻസ് ഒക്കെ അതിന് ശേഷം നമ്മൾ കണ്ടുപിടിച്ച 1-2-3 എലമെൻസിനൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങനത്തെ എലമെൻറ്റ് ഇനി ഭാവിയിൽ കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അതിന് വേണ്ടിയിട്ടുള്ള സ്പേസും ഒക്കെ വിട്ടിട്ടായിരുന്നു ആര് പീരിയോഡിക് ടേബിൾ വർക്ക് ചെയ്തെടുത്തത്? മെന്റലീവ് പീരിയോഡിക് ടേബിൾ വർക്ക് ചെയ്തെടുത്തത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, അക്കോർഡിംഗ് ടു പാർട്ട് 4A ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, who is a parent or guardian has a duty to provide opportunities for education to the child or as the case may be what between the age of. എന്താ പറയുന്നത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ 4ാമത്തെ പാർട്ടിലെ A വിഭാഗത്തിൽ പറയുന്നുണ്ട്. അതായത് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആര് ഉറപ്പ് വരുത്തേണ്ട കാര്യമാണ്? ആ കുട്ടിയുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ആ കുട്ടിയുടെ രക്ഷകർത്താ സ്ഥാനത്തിൽ ആരാണോ നിൽക്കുന്നത് അവരാണ് ഈ കുട്ടിക്ക് വേണ്ടുന്ന അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് അവരുടെ ഒരു കടമയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഡ്യൂട്ടിയാണ് എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ പറയുന്ന കാര്യമാണ്. അപ്പം എന്താണ്? ഒരു കുട്ടിക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുക എന്നത് അല്ലെങ്കിൽ ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം നേടുക എന്നത് ഒരു കുട്ടിയുടെ മൗലികാവകാശത്തിൽപ്പെട്ടൊരു കാര്യമാണ്. അത് ചെയ്തു കൊടുക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? പാരൻസിൻ്റെ അല്ലെങ്കിൽ ഗാർഡിയൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണോ അവരുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് പാർട്ട് 4A എന്ന് നമ്മൾ പറഞ്ഞു. ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 51A(k) അതിനകത്ത് എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യം ഒന്ന് പറയാം കേട്ടോ. ഹു ഇസ് എ പാരന്റ് ഓർ ഗാർഡിയൻ ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ടു ഹിസ് ചൈൽഡ് ഓർ ആസ് ദ കേസ് മേ ബി വാട്ട് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 16 and 14 ഇയേഴ്സ്. അതായത് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം നൽകണം എന്നുള്ള കാര്യം അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഒരു മാതാപിതാക്കളുടെ അല്ലെങ്കിൽ രക്ഷകർത്താവിൻ്റെ ഡ്യൂട്ടിയാണ് എന്നാണ് ആർട്ടിക്കിൾ 51A(k) പാർട്ട് 4 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ആ പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു. അടുത്തത്, ദ IAAF വേൾഡ് ചാമ്പ്യൻഷിപ്സ് ഇൻ അത്ലറ്റിക്സ് ബിക്കെയിം എ ഫുള്ളി പ്രൊഫഷണൽ കോമ്പറ്റീഷൻ ഫ്രം. എന്താ പറയുന്നത്? IAAF വേൾഡ് ചാമ്പ്യൻഷിപ്പ്, ഈ ഒരു IAAF വേൾഡ് ചാമ്പ്യൻഷിപ്സ് ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്നത് എപ്പോഴാണ്? 1983 ഫിൻലൻഡിലെ ഹെൽസിങ്കിയിൽ വെച്ചിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. ഹെൽസിങ്കി, ഫിൻലൻഡ്. ഓക്കെ, ഫിൻലാൻഡിലെ ഹെൽസിങ്കിയിൽ വെച്ചിട്ടാണ് ഈ ഒരു അത്ലറ്റിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഒരു ഫുള്ളി പ്രൊഫഷണൽ കോമ്പറ്റീഷൻ ആയിട്ട്, അതായത് ഇത് ആദ്യമായിട്ട് ഇങ്ങനെ തുടങ്ങി 1983 ഇത് ആരംഭിച്ചിരുന്നെങ്കിൽ പോലും ഇത് കംപ്ലീറ്റ് ആയിട്ടൊരു പ്രൊഫഷണലായിട്ട്, അതായത് അത്ലറ്റ്സിന് പല രീതിയിലും ഇതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ആണ് എന്നുള്ള രീതിയിൽ, അതായത് IAAF അതിൻ്റെ റൂൾസും കാര്യങ്ങളും ഒക്കെ ഒരു പ്രൊഫഷണൽ മാനറിൽ
കൊണ്ടുവന്ന് അതൊരു പ്രൊഫഷണൽ അത്ലറ്റിക്സ് ആക്കി മാറ്റിയത് 1997 ഓക്കെ. അപ്പം 1983 എന്താ സംഭവിച്ചത്? ആദ്യത്തെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ് ചെയ്തത്. അത് ഓൾറെഡി ഒരു പ്രൊഫഷണൽ മാനറിൽ തന്നെ ആയിരുന്നു. പക്ഷെ 1997 എന്തായി? അതൊരു ഓപ്പൺ പ്രൊഫഷണലിസമായി. അതായത് ചില അമച്വർ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റി ഒരു ഓപ്പൺ വേൾഡ് ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോമ്പറ്റീഷൻ ഫോമിലേക്ക് മാറ്റിയത് 1997 ഓക്കെ. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് ഈസ് ആൻ ഇനീഷ്യേറ്റീവ് ബൈ. ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് ONDC എന്ന് പറയുന്നത് ആരുടെ ഇനീഷ്യേറ്റീവ് ആണെന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ് ആണ്. ആരുടെ അണ്ടറിലാണത്? ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡിന്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്? ONDC ലോഞ്ച് ചെയ്തത്. എന്താണ് ഈ ONDCയുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്താ പറയുക, ഒരു ഡിജിറ്റൽ കൊമേഴ്സ് ഉണ്ടല്ലോ, അതിനെ ഡെമോക്രറ്റൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടുള്ളത്. അതായത് ബയേഴ്സ്, സെല്ലേഴ്സ്, അതുപോലെ ലോജിസ്റ്റിക്സ് പ്രൊവൈഡേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇവർക്ക് എല്ലാവർക്കും ഒരു പ്ലാറ്റ്ഫോമിലെത്തി ആർക്കാണോ ഈ ഒരു ഡിജിറ്റൽ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് കാര്യമല്ല കേട്ടോ, ഒരു സോളിഡ് പ്രോഡക്റ്റിൻ്റെ കാര്യമല്ല പറയുന്നത്, ഡിജിറ്റൽ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആവശ്യക്കാരിലേക്ക്, സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയുടെ കാര്യമാണ് ഈ പറയുന്നത്. ആവശ്യക്കാരെയും അത് ചെയ്തു കൊടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെയും എല്ലാം കൂടെ കൊണ്ടുവന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് നിർത്തി അവർ തമ്മിലുള്ള കണക്ഷനും അവർ തമ്മിലുള്ള ആ ഒരു ഡീലിങ്സും എല്ലാം സ്മൂത്ത് ആക്കുക, സുതാര്യമാക്കുക എന്നതെല്ലാം ബേസ് ചെയ്തിട്ടായിരുന്നു ഏതൊരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തത്? ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ് എന്നുള്ള ഈ ഒരു നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഏർലിയസ്റ്റ് ഫോം ഓഫ് റൈറ്റിംഗ് നോൺ ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അറിയപ്പെട്ടിരുന്ന ഏറ്റവും പഴക്കം കൂടിയ ലിപി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതായിരുന്നു? ഇൻഡസ് സ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയാറുണ്ട്? ഹാരപ്പൻ ലിപി അല്ലെ, ഇൻഡസ് ലിപി അല്ലെങ്കിൽ ഹാരപ്പൻ സ്ക്രിപ്റ്റ് എന്ന് നമ്മൾ അതിനെ പറയുന്നുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും പഴക്കം കൂടിയ ലിപി ആയിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഏറ്റവും പഴക്കം കൂടിയ സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇൻഡസ് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഹാരപ്പൻ സ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, ഇൻഡസ് വാലി സിവിലൈസേഷൻ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ലിപി ആയിട്ടാണ് നമ്മൾ ഇതിനെ വിചാരിക്കുന്നത്. അത് ശരിക്കും ഏത് കാലഘട്ടത്തിലാണ്? 2600 മുതൽ 1900 വരെയുള്ള കാലഘട്ടമാണ് നമ്മൾ ഇൻഡസ് സിവിലൈസേഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് ഈ പറയുന്ന സ്ക്രിപ്റ്റുകളെല്ലാം നടന്നിരുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിനകത്തുള്ളത്, ഈ ഒരു സ്ക്രിപ്റ്റിനകത്ത് എന്താണുള്ളത്? സിമ്പല്, അതുപോലെ സീല്, പോട്ടറി, ടാബ്ലറ്റ്, ഇതിൻ്റെയൊക്കെ സിമ്പലുകളും സൈനും ഒക്കെയാണ് നമുക്ക് ഇവരുടെ ലിപികളിൽ കാണാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഒരുപാട് നമ്മൾ ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിൽ പോലും ഇതിനെ നമുക്ക് ഇന്നും ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. ഇൻഡസ് സ്ക്രിപ്റ്റിനെ നമുക്ക് ഇന്നും അവരെന്താണ് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഇന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നോ എന്ത് ലാംഗ്വേജ് ആണ് അതിനെ പറയേണ്ടതെന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇന്നും വ്യക്തമല്ലാതെ ഇരിക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ് ഇൻഡസ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. രംഗസ്വാമി കപ്പ് ഇസ് അസോസിയേറ്റഡ് വിത്ത് സ്പോർട്സ്. രംഗസ്വാമി കപ്പ് താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്പോർട്സ് വിഭാഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നാണ് ചോദിക്കുന്നത്. രംഗസ്വാമി കപ്പ് 1928 ഒരു എന്താ പറയുക, വേറൊരു പേരിലാണത് ആരംഭിച്ചത്. ഇന്റർ പ്രൊവിഷണൽ ടൂർണമെന്റ് എന്ന പേരിലാണ് ഇത് ആരംഭിച്ചത്. ഒളിമ്പിക്സിൽ ഒരു നാഷണൽ ടീമിന് കൊടുക്കുന്ന ഒരു സമ്മാനമായിട്ടൊക്കെയാണ് ഇത് ആരംഭിച്ചത്. പിന്നീട് അതിനെ ഏത് വർഷമാണ്? 1951 അതിന് രംഗസ്വാമി കപ്പ് എന്നുള്ള പേര് കൊടുത്തത്. ഓക്കെ, അപ്പം അത് 1951 രംഗസ്വാമി കപ്പ് എന്നുള്ള പേര് വന്നത്. ഇതെന്താണ്? എന്തിൻ്റെ സ്പോർട്സ് ആണ്? ഹോക്കിയാണ് അല്ലേ, ഹോക്കി ടൂർണമെൻ്റ് ആണ്. രംഗസ്വാമി കപ്പ് എന്ന് പറയുന്നത് ഒരു ഹോക്കി ടൂർണമെൻ്റ് ആണ്. ഇതെന്താണ്? നമ്മുടെ ഈ രാജ്യത്തിനകത്ത് കിടക്കുന്ന, ഡൊമസ്റ്റിക് ആയിട്ട് നടക്കുന്ന, രാജ്യത്തിനകത്ത് നടക്കുന്ന ഏറ്റവും വലിയ പുരുഷന്മാരുടെ ഹോക്കി കോമ്പറ്റീഷനാണ് രംഗസ്വാമി കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പം അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇന്ത്യൻ റെയിൽവേസ് ഇപ്പം രംഗസ്വാമി കപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റെയിൽവേസ് ആണ് ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ടീം. 21 തവണ രംഗസ്വാമി കപ്പ് നേടിയിട്ടുള്ള ആൾക്കാരാണ് ഇന്ത്യൻ റെയിൽവേ ടീം. ഓക്കെ, ഇപ്പോഴത്തെ ചാമ്പ്യൻ 2023 രംഗസ്വാമി കപ്പ് കിട്ടിയത് പഞ്ചാബിനായിരുന്നു. ഓക്കെ, പഞ്ചാബിനാണ് കിട്ടിയത്. ആരെയാണ് ഡിഫീറ്റ് ചെയ്തത്? ഹരിയാനയെ തോൽപ്പിച്ച് പഞ്ചാബാണ് 2023 രംഗസ്വാമി കപ്പ് നേടിയത്. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് സ്പോർട്ട് ഈസ് പ്ലേഡ് ബൈ ദ ഇന്ത്യൻ സ്പോർട്സ് പേഴ്സൺ ലിയാൻഡർ പേസ്? നിങ്ങളിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. പിന്നെയും ഇത് എനിക്കായിരിക്കും കുറച്ചുകൂടി, ഞാൻ സ്പോർട്സുമായിട്ട് അത്രയധികം സ്പോർട്സ് ന്യൂസുമായി റിലേറ്റ് ചെയ്തിട്ട് വലിയ പരിജ്ഞാനമൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. അറിയില്ല എന്നല്ല, എന്നാലും അതിനെക്കുറിച്ച് ഡീപ്പായിട്ടൊന്നും കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്, അതിനോടുള്ള താല്പര്യക്കുറവ് കൊണ്ടുള്ള പ്രശ്നമാണ്. പക്ഷെ പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കാറുണ്ട്, എക്സാംസിന് വേണ്ടി നോക്കാറുണ്ട് എന്നല്ലാണ്ട് താല്പര്യത്തോടെ ഒരു ഇഷ്ടത്തോടെ സ്പോർട്സിനെ കാണുന്ന ഒരാളല്ല ഞാൻ. അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എന്താണ്, ലിയാൻഡർ പേസ് ഇന്ത്യൻ സ്പോർട്സ് പേഴ്സൺ ആണ്. ഏത് സ്പോർട്സ് ആണ്? ലോൺ ടെന്നീസ് ആണ് അല്ലേ. ലിയാൻഡർ പേസിൻ്റെ സ്പോർട്സ് ഐറ്റം ഏതാണ്? ലോൺ ടെന്നീസ് ആണ്. അദ്ദേഹത്തിന് മെൻസിലും അതുപോലെ തന്നെ എന്താണ് മിക്സഡ് ഡബിൾ ഇവൻസിലും എല്ലാം തന്നെ വളരെ നല്ല രീതിയിലുള്ള നേട്ടം കൈവരിച്ചിട്ടുള്ള ആളാണ് ലിയാൻഡർ പേസ് എന്ന് പറയുന്നത്. 18 ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ് ആണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്? ലിയാൻഡർ പേസിന് കിട്ടിയിട്ടുള്ളത്. 18 ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ് ആണ് ലിയാൻഡർ പേസിന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ 1996 നടന്ന അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ മെൻസ് സിംഗിൾസിൽ അദ്ദേഹത്തിന് ബ്രോൺസ് മെഡൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 1996 നടന്ന അറ്റ്ലാന്റ ഒളിമ്പിക്സിൽ മെൻസിൻ്റെ സിംഗിൾസിൽ എന്ത് കിട്ടിയിട്ടുണ്ട്? ബ്രോൺസ് മെഡൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ, അതായത് 44 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ട് നേടിയ ഒരു ഇൻഡിവിജ്വൽ ഒളിമ്പിക് മെഡൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ 96 ഈ നേട്ടം എന്ന് പറയുന്നത്. 44 വർഷങ്ങൾക്കിടയിൽ നടന്ന ആദ്യത്തെ ഇൻഡിവിജ്വൽ മെഡലായിരുന്നു, ഇന്ത്യക്ക് ലഭിച്ച ആദ്യത്തെ ഇൻഡിവിജ്വൽ മെഡലായിരുന്നു 96 ലിയാൻഡർ പേസ് മെൻ സിംഗിൾസിന് നേടിയിട്ടുള്ള ആ വെങ്കല മെഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പന്നാലാൽ ഘോഷ് ഈസ് ഫേമസ് ഫോർ വിച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്? പന്നാലാൽ ഘോഷ് ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണെന്നാണ് ചോദിക്കുന്നത്. പന്നാലാൽ ഘോഷിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അത് ബാൻസുരിയാണ്. ബാൻസുരിയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് എന്താണ് അത് നമ്മൾ എന്താണ് ഫ്ലൂട്ടാണ്. ബാൻസുരി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്ലൂട്ടാണ്. അപ്പം ഒരു ബാംബൂ ഫ്ലൂട്ടാണ്. ബാൻസുരി എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മുള കൊണ്ട് ഉണ്ടാക്കിയിട്ടൊരു പുല്ലാങ്കുഴലാണ് ബാൻസുരി എന്ന് പറയുന്നത്. ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഏറ്റവും മെയിൻ സ്ട്രീം ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ഒരു ബാൻസുരി ഫ്ലൂട്ട് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങൾക്ക് മുന്നേ ബാൻസുരി ശരിക്കും പറഞ്ഞാൽ നാടൻ സംഗീതത്തിന് വേണ്ടിയിട്ടൊക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതായത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആയിട്ട്, അത്രയും മുൻനിരയിലേക്കൊന്നും വരാത്തൊരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ടായിരുന്നു ഇതിനെ ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു, ആ ഫ്ലൂട്ടിൻ്റെ സൈസൊക്കെ ഒന്ന് കൂട്ടി അതിന് എക്സ്ട്രാ ഹോളുകളൊക്കെ ഉണ്ടാക്കി എന്ത് ചെയ്തു, വലിയ റേഞ്ചിലുള്ള നോട്ട്സും എക്സ്പ്രഷൻസും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഫ്ലൂട്ടിനെ മാറ്റിയെടുത്തു. അങ്ങനെയാണ് അതെന്തായത്, നമ്മളെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ക്ലാസിക്കൽ രാഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ ഒരു ഫ്ലൂട്ടിനെ മാറ്റിയെടുത്തത് ആരായിരുന്നു? പന്നാലാൽ ഘോഷ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, അത് സെപ്പറേറ്റ് ആയിട്ട് ഈ പേരൊന്ന് നോക്കി വെക്കണം കേട്ടോ. ഫ്ലൂട്ട് എന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓപ്ഷനിൽ ബാൻസുരി എന്ന് തന്നെ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബാൻസുരി കണ്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് കൊടുത്താൽ മതി? ഫ്ലൂട്ട് എന്നുള്ള ആ ഒരു ഓപ്ഷൻ കൊടുത്താൽ മതി. ഓക്കെ, അടുത്തത്, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യ ലോഞ്ച്ഡ് ഇറ്റ്സ് ഫസ്റ്റ് 5-year പ്ലാൻ ഇൻ 1951 അണ്ടർ ഡാഷ് ഇൻഫ്ലുവൻസ് ഓഫ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു. എന്താ പറയുന്നത്? ഇന്ത്യയുടെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ലോഞ്ച് ചെയ്തത് 1951 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു അല്ലേ. അദ്ദേഹത്തിന് ഈ ഒരു പഞ്ചവത്സര പദ്ധതിയിൽ എന്തായിരുന്നു അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് ആയിരുന്നു.
ആയിരുന്നു, സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് ആയിരുന്നു അദ്ദേഹത്തെ സ്വാധീനിച്ചത്. അത് നമുക്ക് എന്തിൽ കാണാനും പറ്റുമായിരുന്നു? ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയിലുടനീളം ഈ ഒരു സോഷ്യലിസ്റ്റ് ഇൻഫ്ലുവൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുമായിരുന്നു. അതായത് സോവിയറ്റ് യൂണിയന്റെ മോഡലായിട്ടുള്ള സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങും സ്റ്റേറ്റ് ലെഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, അതുപോലെ എന്താണ് അഗ്രികൾച്ചർ, ഇറിഗേഷൻ, റൂറൽ ഡെവലപ്മെന്റ്, പിന്നെന്താണ് ഫുഡ് പ്രൊഡക്ഷൻ, നമ്മുടെ രാജ്യത്ത് തന്നെ ഫുഡ് പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെന്താണ് ഇറക്കുമതിയെ അധികം ആശ്രയിക്കാതിരിക്കുക, നമ്മുടെ രാജ്യത്ത് തന്നെ മാക്സിമം നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടാക്കുക, പുറത്തു നിന്നുള്ളത് അധികം ഇങ്ങോട്ടേക്ക് ഇറക്കാതിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി 1951 തുടങ്ങിയത്. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സോഷ്യലിസ്റ്റ് ഇൻഫ്ലുവൻസിന്റെ ബേസിലായിരുന്നു അദ്ദേഹം ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി രൂപീകരിച്ചത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ സംഗീത് നാടക അക്കാദമി ഈസ് ഇന്ത്യസ് നാഷണൽ അക്കാദമി ഫോർ മ്യൂസിക്, ഡാൻസ് ആൻഡ് ഡ്രാമ. അറിയാം അല്ലേ, ഇന്ത്യയുടെ ഒരു ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്തിനു വേണ്ടിയിട്ടുള്ള സംഗീതത്തിനും അതുപോലെ നൃത്തത്തിനും നാടകത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സംഗീത നാടക അക്കാദമി എന്ന് പറയുന്നത്. അവർ കുറേ അവാർഡുകളൊക്കെ കൊടുക്കാറുണ്ട് അല്ലേ. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ എ റെസൊല്യൂഷൻ ഓഫ് ദ ദെൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ 1952 അന്നത്തെ ഇന്ത്യ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ ഒരു റെസൊല്യൂഷൻ ആയിട്ടാണ് എന്ത് തുടങ്ങിയത്, സംഗീത നാടക അക്കാദമി തുടങ്ങിയത്. അതിന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ PV രാജമന്നാർ ആയിരുന്നു സംഗീത നാടക അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ. 1952 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇത് തുടങ്ങിയത്. ഓക്കെ, അന്ന് ഇതെന്താണ്? ഒരു ഓട്ടോണോമസ് ബോഡിയാണ്, സ്വയംഭരണ സ്ഥാപനമാണ് എന്ത് സംഗീത നാടക അക്കാദമി എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയിൽ നമുക്കറിയാം, ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സംസ്കാര സമ്പന്നമായ, കലാസാംസ്കാരിക സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള പല പല രീതിയിലുള്ള സംസ്കാരങ്ങളും കലകളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കാനും അതിനു വേണ്ടുന്ന പരിപോഷിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ഇതെല്ലാം ചെയ്യാനായിട്ടും ഇതിനെയെല്ലാം ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സംഗീത നാടക അക്കാദമി എന്ന് പറയുന്നത്. ഡോക്ടർ PV രാജമന്നാർ ആയിരുന്നു ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി. ഇത് മാത്രമല്ല കേട്ടോ, ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സംഗീത നാടക അക്കാദമി അവാർഡ് എന്ന് നമ്മൾ പറയുന്നത് ഈ സംഗീത നാടക അക്കാദമി അവാർഡുകളാണ്. ഒരു രാജ്യത്തിലെ എന്താ പറയുക, കലയോടും സംസ്കാരത്തോടും ബന്ധപ്പെട്ട് കിടക്കുന്ന കലാസാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡാണ് സംഗീത നാടക അക്കാദമി അവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ നെഹ്റു ട്രോഫി കോമ്പറ്റീഷൻ നിയർ ആലപ്പുഴ ഹെൽഡ് ഓൺ ദ സെക്കൻഡ് സാറ്റർഡേ ഓഫ് ഓഗസ്റ്റ് എവറി ഇയർ ഇസ് ദ മോസ്റ്റ് കോമ്പറ്റീറ്റീവ് ആൻഡ് പോപ്പുലർ ഓഫ് ദ കാറ്റഗറി. എന്താ പറയുന്നത്? എല്ലാ വർഷവും ഓഗസ്റ്റിലെ 2ാം ശനിയാഴ്ച ആലപ്പുഴയിൽ നടക്കുന്ന ഒരു കോമ്പറ്റീഷനാണ് നെഹ്റു ട്രോഫി എന്ന് പറയുന്നത്. ഏത് കാറ്റഗറിയിലാണ് ഇത് വരുന്നത്? വള്ളംകളിയാണ് അല്ലേ, ബോട്ട് റേസ് ആണ്. നെഹ്റു ട്രോഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ബോട്ട് റേസ് ആണ്. എവിടെയാണ് നടക്കുന്നത്? ആലപ്പുഴയിലെ പുന്നമടക്കായലിലാണ് അല്ലേ. പുന്നമടക്കായലിലാണ് എന്ത് നടക്കുന്നത്? ഈ ഒരു നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. വള്ളംകളി എന്ന് നമ്മൾ പറയും ചുണ്ടൻ വള്ളങ്ങളുടെ, എസ്പെഷ്യലി ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമായിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്. ഇത് ജവഹർലാൽ നെഹ്റു, അതായത് 1952 ആദ്യത്തെ ഈ ഒരു അദ്ദേഹത്തിന്റെ 1952 ജവഹർലാൽ നെഹ്റു കേരളം സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ എന്ത് നടത്തി? ചുണ്ടൻ വള്ളങ്ങളുടെ ഒരു മത്സരം നടത്തി. അതിനുശേഷമാണ് എന്ത് ചെയ്തത്? അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം അദ്ദേഹം ആലപ്പുഴയിൽ ഈ ചുണ്ടൻ വള്ളംകളി കാണാൻ വന്നതിന്റെ മെമ്മറിക്കായിട്ടാണ് എന്ത് തുടങ്ങിയത്? നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ചത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഡോപ്റ്റഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഓൺ. അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്തത് എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത്. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. 1949 നവംബർ 26 എന്ത് വന്നത്? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. അപ്പം നമ്മൾ ആദ്യം എന്ത് നോക്കണം? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നാ വന്നത് എന്ന് നോക്കണം.
ഓർക്കണം അല്ലേ. 1946 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നിലവിൽ വന്നത്. 3 വർഷത്തോളമുള്ള ഡെലിബറേഷനും കാര്യങ്ങളും എല്ലാത്തിനും ശേഷം 49 എന്ത് വന്നത്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വന്നത്. ഇത് നിലവിൽ പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? പ്രാബല്യത്തിൽ വന്നത് 1950 ജനുവരി 26. അപ്പോൾ ഓർത്തു വെക്കണം, നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നും പല പല നിയമങ്ങളെല്ലാം കൂടെ ഫോർമുലേറ്റ് ചെയ്തിട്ടാണ് ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഭരണഘടന രൂപീകരിച്ചത്. അത് രൂപീകരിച്ച് അതിനെ ഒരു രൂപരേഖയാക്കിയതാണ് 1949 നവംബർ 26. ആ ഭരണഘടനയ്ക്ക് അനുസരിച്ച് ഇന്ത്യ പ്രവർത്തിക്കാൻ തുടങ്ങിയത് എപ്പോൾ മുതലാണ്? 1950 ജനുവരി 26 മുതലാണ് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ആ ഒരു ഡേറ്റ് ആണ് നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നത്? റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഇന്ത്യക്ക് പരമോന്നത അധികാരം ലഭിച്ച ദിവസമായി നമ്മൾ കണക്കാക്കുന്നതാണ് 1950 ജനുവരി 26. 26 നവംബർ എല്ലാ വർഷവും നമ്മൾ ഭരണഘടനാ ദിവസമായിട്ട് ആഘോഷിക്കാറുണ്ട്. സംവിധാൻ ദിവസം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ദിവസമായിട്ട് നമ്മൾ ആഘോഷിക്കാറുണ്ട് നവംബർ 26. ഓക്കെ, അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഏതാണ് എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which former Supreme Court judge has been appointed as the governor of Andhra Pradesh? അതായത് ഒരു മുൻകാല സുപ്രീം കോടതി ജഡ്ജിനെ പിന്നീട് ആന്ധ്രാപ്രദേശിന്റെ ഗവർണറായിട്ട് നിയമിച്ചിരുന്നു. ആരാണ് അദ്ദേഹം എന്നാണ് ചോദിക്കുന്നത്. എസ് അബ്ദുൾ നസീർ ആണ്. ഓക്കെ, ജസ്റ്റിസ് എസ് അബ്ദുൾ നസീർ എന്തായിരുന്നു? അദ്ദേഹം 2023 ഫെബ്രുവരി 12 എന്തായിട്ട് വന്നു? ആന്ധ്രാപ്രദേശിന്റെ ഗവർണറായിട്ട് വന്നു. അദ്ദേഹം ഓത്തെടുത്തത് ഫെബ്രുവരി 24 അദ്ദേഹം ആന്ധ്രാപ്രദേശിന്റെ ഗവർണറായിട്ട് ഓത്തെടുത്തത്. അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജായിട്ട് അദ്ദേഹം 2017 ഫെബ്രുവരി 17 മുതൽ 2023 ജനുവരി 4 വരെ അദ്ദേഹം എന്തായിരുന്നു? സുപ്രീം കോടതി ജഡ്ജായിരുന്നു. ഓക്കെ, അതിനുശേഷമാണ് ഫെബ്രുവരി 12 അദ്ദേഹം ആന്ധ്രാപ്രദേശിന്റെ ഗവർണറായിട്ട് ചുമതല ഏറ്റെടുത്തത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് വലിയ വലിയ കേസുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയോധ്യയുടെ ഭൂമി തർക്കത്തിൻ്റെ കേസുകൾ 2019 ഉണ്ടായിരുന്നത്. പിന്നെന്താണ് മുത്തലാഖ് കേസ് 2017 മുത്തലാഖ് കേസ്. അതുപോലെ നമ്മുടെ പ്രൈവസി കേസ് ഉണ്ടല്ലോ, അതും എല്ലാം എന്ത് തന്നെയാണ്? ഇദ്ദേഹം സുപ്രീം കോടതി ജഡ്ജ് ആയിരുന്ന കാലഘട്ടങ്ങളിൽ തീർപ്പാക്കിയ കേസുകളാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Who has been appointed as the second Chief of Defence Staff in India? ഇന്ത്യയിലെ രണ്ടാമത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ജനറൽ അനിൽ ചൗഹാനാണ്. ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൗഹാനാണ്. എപ്പോഴാണ്? 2022 സെപ്റ്റംബർ 28 അദ്ദേഹം എന്തായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്? സെക്കൻഡ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ഈസ് ദ ഫെസ്റ്റിവൽ ബൊണാലു സെലിബ്രേറ്റഡ്? ബൊണാലു എന്നുള്ള ആഘോഷം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഹൈദരാബാദ് ആണ്. പെർട്ടിക്കുലർ ആയിട്ട് പറയുകയാണെങ്കിൽ ഹൈദരാബാദ് നഗരം ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് എന്ത്? ബൊണാലു എന്ന് പറയുന്നത്. തെലങ്കാന സ്റ്റേറ്റ്. ഓക്കെ, തെലങ്കാന സംസ്ഥാനത്തിൽ ഹൈദരാബാദിലാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത്. ഓക്കെ, അതുപോലെ സെക്കന്ദ്രാബാദും വാറങ്കലും ഒക്കെ ഇത് ആഘോഷിക്കുന്നുണ്ട്. ബൊണാലു എന്ന് പറഞ്ഞാൽ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു ഹിന്ദു ഫെസ്റ്റിവൽ ആണ്. മഹാകാളിക്ക് എന്താ പറയുക, ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള, മഹാകാളിക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷമാണ് ബൊണാലു എന്ന് പറയുന്നത്. ആഷാഢ മാസത്തിലാണിത് നടത്തുന്നത്. ആഷാഢ മാസം എന്ന് പറഞ്ഞാൽ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയുള്ള ആ ഒരു മാസത്തിലാണ് എന്ത് നടത്തുന്നത്? ഈ ഒരു നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കർക്കിടക മാസം, അവർ പറയുന്ന ആഷാഢ മാസം. ഓക്കെ, അതിലാണ് എന്ത് നടത്തുന്നത്? ഈ പറയുന്ന ബൊണാലു എന്നുള്ള ഈ ഒരു സെലിബ്രേഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ വിച്ച് ഇയർ വാസ് ദ ട്രീറ്റി ഓഫ് അമൃത്സർ സൈൻഡ്? ട്രീറ്റി ഓഫ് അമൃത്സർ എന്നാണ് സൈൻ ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. ട്രീറ്റി ഓഫ് അമൃത്സർ സൈൻ ചെയ്തത് 1809. അതായത്
1809 ഈ ട്രീറ്റി ഓഫ് അമൃത്സർ സൈൻ ചെയ്തത് ആരൊക്കെയാണെന്നറിയോ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നേപ്പാളുമാണ്. നേപ്പാൾ രാജവംശവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കൂടെയാണ് 1809 ഈ ട്രീറ്റി ഓഫ് അമൃത്സർ സൈൻ ചെയ്യുന്നത്. ഇനി 1846 വേറൊരെണ്ണം നടന്നിട്ടുണ്ടായിരുന്നു. 1846 എന്ത് സംഭവിച്ചു എന്നറിയോ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതുപോലെ ജമ്മുവിന്റെ രാജാ ഗുലാബ് സിംഗും കൂടെ എന്ത് ചെയ്തു? എഗെയിൻ ഒരു ട്രീറ്റി സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരും എന്ത് തന്നെയാണ്? ട്രീറ്റി ഓഫ് അമൃത്സർ എന്ന് തന്നെയാണ് നമ്മൾ അതിനെയും പറയുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ പറയാം. നേപ്പാളുമായിട്ട് സൈൻ ചെയ്തതാണെന്നുണ്ടെങ്കിൽ അത് 1809 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് രണ്ടും സൈൻ ചെയ്തത്. നേപ്പാളുമായിട്ടാണെങ്കിൽ അത് 1809 ജമ്മു കാശ്മീരുമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് 1846 ഓക്കെ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഫങ്ഷൻ ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? റിസർവ് ബാങ്ക് RBIയുടെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്താണ് RBI ചെയ്യുന്ന പരിപാടി? RBIക്ക് വല്ല പരിപാടിയൊക്കെ ഉണ്ടോ? ഉണ്ട് അല്ലേ. RBIയുടെ പരിപാടി എന്താണ്? കറൻസി ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ നോട്ടുകളും നമ്മുടെ രൂപയും എല്ലാം ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? RBI ആണ്. ഒരു സുപ്രഭാതത്തിൽ RBI കറൻസി എല്ലാം പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെക്കൻഡ് മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതെല്ലാം വെറും പേപ്പറിൻ്റെ മൂല്യം മാത്രമായി പോവും. അത്രയും അതോറിറ്റി ഉള്ള ആളാണ് ആര്? RBI എന്ന് പറയുന്നത്. അപ്പം അതെന്താണ്? RBI ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ. 1 രൂപ നോട്ട് അല്ലാണ്ടെയുള്ള ബാക്കി എല്ലാ കറൻസീസും എന്താ പറയുക ഇഷ്യൂ ചെയ്യുന്നത് RBI ആണ്. ഓക്കെ. പിന്നെന്താണ്? ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് കറക്റ്റ് ആണ് അല്ലേ. അതും എന്ത് തന്നെയാണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം എന്താണ്? രണ്ട് പരിപാടികളും ആര് ചെയ്യുന്നതാണ്? RBI ചെയ്യുന്നതാണ്. ഇനി ഇതല്ലാണ്ട് RBI ചെയ്യുന്ന കറൻസി ഇഷ്യൂയിങ് എന്ന് പറഞ്ഞു. ഇതല്ലാണ്ട് മൊണറ്ററി അതോറിറ്റി ആണ് അല്ലേ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണ്? ഒരു മൊണറ്ററി അതോറിറ്റിയാണ്. അതായത് ഏതെങ്കിലുമൊക്കെ നമ്മുടെ എങ്ങനെ മണി സപ്ലൈ നടത്തണം, എങ്ങനെ രാജ്യത്ത് സമ്പദ് വ്യവസ്ഥ രൂപീകരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു രൂപ എങ്ങനെ സപ്ലൈ ചെയ്ത് പോവണം എന്നുള്ളതൊക്കെ ആരാണ് നോക്കുന്നത്? റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ റേറ്റ്, ക്യാഷ് റിസർവ് റേഷ്യോ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ഇതെല്ലാം നടപ്പിലാക്കുന്നത് ആരാണ്? RBI ആണ് ഇതെല്ലാം നടപ്പിലാക്കുന്നത്. പിന്നെന്താണ്? ബാങ്കർ ടു ദ ഗവൺമെന്റിന്റെ അക്കൗണ്ട്സും അതുപോലെ പൊതുകടവും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? RBI ആണ് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. ബാങ്കേഴ്സ് ബാങ്ക് എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക്, ബാക്കിയുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്കൊക്കെ ആവശ്യമെങ്കിൽ കടം കൊടുക്കുന്നതും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതും അവരുടെ അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്നതും സൂക്ഷിക്കുന്നതും ഒക്കെ ആരാണ്? RBI ആണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെന്താണ്? റെഗുലേറ്റർ ആൻഡ് സൂപ്പർവൈസർ ഓഫ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം. അതായത് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ബാങ്കുകളുടെയും ഫിനാൻഷ്യൽ സിസ്റ്റം റെഗുലേറ്റ് ചെയ്ത് സൂപ്പർവൈസ് ചെയ്യണത് ആരാണ്? RBI ആണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് എന്താ പറയുക റിസർവ്സ്, ഇതെല്ലാം ആരുടെ അണ്ടറിൽ വരുന്ന പരിപാടികളാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന പരിപാടികളാണ്. അതുകൊണ്ടാണ് നമ്മൾ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നതിനെ പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെയിം ദ ഇൻഡോ പേർഷ്യൻ ഡാൻസ് ഫോം ഫ്രം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു ഇൻഡോ പേർഷ്യൻ ഡാൻസ് ഫോം, അതിൻ്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. ഉത്തർപ്രദേശിലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള 8 ക്ലാസിക്കൽ ഡാൻസുകളിൽ ഒരെണ്ണമാണ് എന്ത്? കഥക് എന്ന് പറയുന്നത്. ഓക്കെ. കഥക് എന്താണ്? ഇന്ത്യയിലെ തന്നെ, ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട 8 ശാസ്ത്രീയ നൃത്ത രൂപങ്ങളിൽ ഒരെണ്ണമാണ് കഥക്. അത് എവിടെ നിന്നാണ് വരുന്നത്? നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. പ്രധാനമായിട്ടും ഉത്തർപ്രദേശിൽ നിന്നാണ് കഥക് ഉത്ഭവിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. In India, subject to the provisions of Article 333, the Legislative Assembly of each state shall consist of not more than dash members. എന്താ പറയുന്നത്? ഇന്ത്യയിൽ നമ്മൾ ആർട്ടിക്കിൾ 333 പ്രകാരം എന്ത് പറയുന്നുണ്ട്? ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടല്ലോ. ഓരോ സംസ്ഥാനത്തെയും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എത്ര മെമ്പേഴ്സിനേക്കാൾ കൂടുതലാവാൻ പാടില്ല എന്നാണ് പറയുന്നത്? 500 മെമ്പേഴ്സിനേക്കാൾ കൂടുതലാവാനായിട്ട് പാടില്ല. ഓരോ നിയമസഭയിലും 500 മെമ്പേഴ്സിനേക്കാൾ കൂടുതൽ ഉണ്ടാവാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. അതിനകത്ത് തന്നെ എന്ത് പറയുന്നുണ്ട്? ഗവർണർക്ക് എന്ത് നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്? ഒരു ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള മെമ്പറിനെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? ഗവർണർക്ക് ഉണ്ട്.
ഓക്കെ, ഇത് അല്ലാണ്ട് ആർട്ടിക്കിൾ 170 എന്ത് പറയുന്നുണ്ട് എന്നറിയോ? ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മെമ്പർ, അതായത് ഒരു സംസ്ഥാന നിയമസഭയിൽ 500-ൽ കൂടുതൽ മെമ്പർമാരുണ്ടാവാൻ പാടില്ല എന്നും എന്തിൽ പറയുന്നുണ്ട്? ആർട്ടിക്കിൾ 170 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 333 എന്താണ് പറയുന്നത്? ഒരു ഗവർണർക്ക് ഒരു ആംഗ്ലോ ഇന്ത്യൻ മെമ്പറിനെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഈ 500 മെമ്പറിനേക്കാൾ കൂടുതൽ ഉണ്ടാവാനാവില്ല എന്ന് പറയുന്നത്? അതായത് നമുക്ക് വെറുതെ കുറേ ആൾക്കാർ, ഒരു 10,000 പേര് അവിടെ പോയി വെറുതെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ ഈ ആൾക്കാരെയൊക്കെ വോട്ട് ചെയ്ത് അങ്ങോട്ട് വിടുന്നത് എന്തിനാണ്? നല്ല രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ മതി, ഉള്ള ആൾക്കാർ നല്ല രീതിയിൽ പ്രവർത്തിക്കുക, അവരുടെ പ്രവർത്തനം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് 500-ൽ കൂടുതൽ ആൾക്കാർ നിയമസഭയിൽ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഭരണഘടന അനുശാസിക്കുന്നത്. ഓക്കെ, അവർ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ പോലെ ഇരിക്കും. അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആളല്ല. എനിവേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ലൗഡ്നെസ് ഓഫ് സൗണ്ട് ഇസ് മെഷേർഡ് ഇൻ വിച്ച് യൂണിറ്റ്? സൗണ്ടിൻ്റെ ലൗഡ്നെസ് നമ്മൾ എന്ത് യൂണിറ്റ് വെച്ചിട്ടാണ്? സൗണ്ട് മെഷർ ചെയ്യണത് എന്ത് യൂണിറ്റ് വെച്ചിട്ടാണ്? ഡെസിബൽ വെച്ചിട്ടാണ് അല്ലേ നമ്മൾ മെഷർ ചെയ്യണത്? ഡെസിബലാണ് അല്ലേ? നമ്മുടെ മനുഷ്യന്മാരുടെ ചെവിക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി, ആ ഒരു വോള്യത്തിനെയാണ് നമ്മൾ ഡെസിബലിൽ പറയുന്നത്. നമ്മുടെ നോർമൽ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 60 ഡെസിബലാണ്. ഓക്കെ, അത് നമുക്ക് 60 ഡെസിബൽ ഉള്ളതാണ് നോർമൽ കോൺവെർസേഷൻ. ഒരു കുറച്ചുകൂടെ ഒക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 120 ഡെസിബൽ വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേൾക്കാനായിട്ട് പറ്റാറുണ്ട്. മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ക്വാളിറ്റി ഓഫ് സൗണ്ട് ഉണ്ട് അല്ലേ? അതിൽ കൂടുതലായി കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇയർ ഡ്രമ്മൊക്കെ നാശമാവാനും നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ വരാനും ഒക്കെ അത് കാരണമാവാനും സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ആ ഒരു ക്വസ്റ്റ്യനും കാര്യങ്ങളും ഒക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിത്ത് ഹൗ മെനി കൺട്രീസ് ഡസ് ഇന്ത്യ ഷെയർസ് എ സീ ബോർഡർ? ഇന്ത്യ അതിൻ്റെ കടലുമായിട്ട് കടലിൽ കൂടെ ഉള്ള ബോർഡർ ഷെയർ ചെയ്യുന്നത്, കടലതിർത്തി ഷെയർ ചെയ്യുന്നത് എത്ര രാജ്യങ്ങളുമായിട്ടാണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 7 രാജ്യങ്ങളുമായിട്ട് സീ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാലും പ്രധാനമായിട്ട് 2 രാജ്യങ്ങളാണുള്ളത്. ആരൊക്കെയാണ്? ശ്രീലങ്കയും മാൽഡീവ്സും. ഓക്കെ, ശ്രീലങ്കയും മാൽഡീവ്സുമാണ് ഇന്ത്യയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റൽ നൈബേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റൽ നൈബേഴ്സ് ആരൊക്കെയാണ്? ശ്രീലങ്കയും മാൽഡീവ്സുമാണ്. ശ്രീലങ്ക പാക് സ്ട്രേറ്റ് ആൻഡ് ഗൾഫ് ഓഫ് മാന്നാർ വെച്ചിട്ടാണ് ശ്രീലങ്കേനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അറേബ്യൻ സീയിലാണ് മാൽഡീവ്സിൻ്റെ സെപ്പറേഷൻ വരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഇമീഡിയറ്റ് ആയിട്ടുള്ള സീ നൈബേഴ്സ് എന്ന് പറയുന്നത്. അതല്ലാണ്ട് പിന്നെ വരുന്നത് ആരൊക്കെയാണ്? ബംഗ്ലാദേശ് ഉണ്ട്, ബേ ഓഫ് ബംഗാൾ വഴി ബംഗ്ലാദേശ് ബോർഡറായിട്ട് വരുന്നുണ്ട്. മ്യാൻമർ ഉണ്ട്, തായ്ലൻഡ് ഉണ്ട്, ആൻഡമാൻ സീയിൽ, ഇന്തോനേഷ്യ, മലേഷ്യ, ഇതൊക്കെ നമ്മൾ സീ ബോർഡർ എന്ന് പറയാൻ പറ്റും. എന്നിരുന്നാലും നമ്മുടെ ഏറ്റവും അടുത്ത 2 അയൽക്കാർ, അതായത് കടലിൽ കൂടെയുള്ള അയൽക്കാർ ആരൊക്കെയാണ്? ശ്രീലങ്കയും അതുപോലെ തന്നെ മാൽഡീവ്സുമാണ്. ഓക്കെ, അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ലിമിറ്റ്സ് ദ പവർ ഓഫ് ഗവൺമെൻറ് ഇൻ മെനി വേസ് അല്ലേ? ഭരണഘടന നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു പവറിനെ പല രീതിയിൽ തടഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും കൊണ്ടുപോയിട്ട് ഗവൺമെൻറ്റിന് എല്ലാ കാര്യത്തിലും നിയമം കയ്യിലെടുക്കാനായിട്ടുള്ള അവസരമൊന്നും ആര് കൊടുത്തിട്ടില്ല? ഭരണഘടന കൊടുത്തിട്ടില്ല. ദ മോസ്റ്റ് കോമൺ വേ ഓഫ് ലിമിറ്റിംഗ് ദ പവർ ഓഫ് ഗവൺമെൻറ് ഈസ് ടു സ്പെസിഫൈ certain fundamental rights that all of us possess as citizens and which no government can ever be allowed to violate. എന്താണ്? ഒരു ഭരണഘടന ഓരോ ഇന്ത്യൻ പൗരനും കൊടുത്തിട്ടുള്ള, ഒരു ഗവൺമെന്റിനും കൈകടത്തി നശിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ ഓരോ ഇന്ത്യൻ പൗരനും കൊടുത്തിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്ത്? ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങളായിട്ട്, നമ്മൾ മൗലികാവകാശങ്ങളായിട്ട് നമ്മൾ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ, അപ്പം ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിൽ എന്താണുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം വേണം അല്ലെ? എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റിൽ വരണമെന്ന് ചോദിച്ചാൽ, റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, എനിക്ക് എന്താണോ തോന്നുന്നത് അത് സംസാരിക്കാനും അത് എക്സ്പ്രസ് ചെയ്യാനുമുള്ള അധികാരം എനിക്കുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇന്ത്യ എന്നൊരു രാജ്യത്ത് എനിക്ക് പറയുന്ന കാര്യങ്ങൾ, എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊന്നും സംസാരിക്കാൻ, എനിക്ക് പുറം ലോകം കേൾക്കെ സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരിക്കലും
സാധിക്കാത്ത കാര്യമാണ് അല്ലേ. ഇതിനെക്കുറിച്ച് സംസാരിക്കരുത്, അതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ? ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്. സോ അത് ആർക്കും തടയാനായിട്ട് പറ്റില്ല എന്നുള്ളത് ആര് പറഞ്ഞിട്ടുണ്ട്? ഇന്ത്യൻ ഭരണഘടന നമ്മുടെ മൗലികാവകാശത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരെണ്ണമാണ്. അടുത്തത് ഏതാണ്? റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, അതായത് വ്യക്തി സ്വാതന്ത്ര്യമാണെങ്കിലും അതായത് നമ്മുടെ ലിബർട്ടി, ലൈഫിനും ജീവിതത്തിനും നമ്മുടെ ഒരു വ്യക്തി എന്ന രീതിയിലും ജീവിതത്തിനും എന്തുണ്ട്? ആ എല്ലാ രീതിയിലുള്ള ലിബർട്ടിയും ഉണ്ട് എന്നുള്ളതും എന്താണ്? നമ്മുടെ മൗലികാവകാശത്തിൽ പെട്ടതാണ്. പിന്നെന്താണ്? റൈറ്റ് ടു റിലീജിയൻ ആൻഡ് കൾച്ചറൽ ഫ്രീഡം, അതായത് ഏത് മതസ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആ ഒരു സംസ്കാര സ്വാതന്ത്ര്യം എന്നുള്ളത്, ഓക്കെ, അതും എന്തിൽ പെട്ടതാണ്? മൗലികാവകാശത്തിൽ പെട്ടതാണ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതായത് നമ്മുടെ ഈ പറയുന്ന മൗലികാവകാശങ്ങൾ ആരെങ്കിലും എന്താ പറയുക വയലേറ്റ് ചെയ്യുകയാണ്, എതിർക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊട്ടക്ഷൻ കിട്ടാനുള്ള അവകാശവും ആർക്കുണ്ട്? ഓരോ ഇന്ത്യൻ പൗരനും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായിട്ടുള്ള സ്വതന്ത്രം കിട്ടാനായിട്ടാണ് ഇങ്ങനൊരു മൗലികാവകാശങ്ങൾ എഴുതി ചേർത്തത്. അതുപോലെ തന്നെ എന്താണ്, ഇപ്പോൾ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്, ഞാനാണ് രാജാവ്, ഞാൻ പറയുന്നത് നിങ്ങളെല്ലാം കേൾക്കുക എന്നൊരിത് ആർക്കും വരും. ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും ഒക്കെ വരാൻ സാധ്യതയുള്ള കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ എന്താണ്, നമ്മുടെ താഴെ നിൽക്കുന്ന ആൾക്കാരുടെ ഒന്നും അവകാശങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കില്ല അല്ലേ. സോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഗവൺമെന്റിന് പോലും വയലേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇത്തരത്തിലുള്ള എന്താ പറയുക ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഭരണഘടനയിൽ എഴുതി ചേർത്തിരിക്കുന്നത്. പിന്നെന്താണ്, എല്ലാവർക്കും സമത്വവും അതുപോലെ തന്നെ നീതിയും ലഭിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതെല്ലാവർക്കും കിട്ടുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് എന്നും കൂടെ ഞാനിവിടെ പറഞ്ഞു വെക്കുന്നു. പിന്നെന്താണ്, ഒരു രാജ്യത്തിൻ്റെ പരമോന്നത ഭരണഘടനയിൽ എല്ലാവർക്കും ഉണ്ടാവുന്ന വിശ്വാസവും അതുപോലെ തന്നെ ജനാധിപത്യം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഓരോ പൗരനും അവൻ്റേതായിട്ടുള്ള എന്ത് വേണം? ഒരു ഫ്രീഡം വേണം, അല്ലെങ്കിൽ ഒരു റൈറ്റ്സ് വേണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് നിലവിൽ വന്നത്, അല്ലെങ്കിൽ എന്ത് എഴുതി ചേർത്തിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എഴുതി ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഉസ്താദ് ബിന്ദാ ഖാൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇൻസ്ട്രുമെൻറ്റ്സ്? ഉസ്താദ് ബിന്ദാ ഖാൻ താഴെ തന്നിരിക്കുന്ന ഏത് ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കലാകാരനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉസ്താദ് ബിന്ദാ ഖാൻ ഫ്ലൂട്ടാണ്. ഓക്കെ, ഉസ്താദ് ബിന്ദാ ഖാൻ എന്താണ്? ഫ്ലൂട്ടുമായി ബന്ധപ്പെട്ട് ഉസ്താദ് ബിന്ദാ ഖാൻ ഒരു മിനിറ്റ് കേട്ടോ. ബിന്ദാ ഖാൻ്റെ ഇതിനകത്ത് ഫ്ലൂട്ടല്ല, അതിനകത്ത് കൊടുത്തിരിക്കുന്ന സാരംഗിയാണ്. ഓക്കെ, ഉസ്താദ് ബിന്ദാ ഖാൻ ഫേമസ് ആയിരിക്കുന്നത് സാരംഗിയാണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സാരംഗി എന്താണ്? ഒരു ഹോളോ ബോഡിയാണ്. അത് നമ്മൾ ഈ പറയുന്ന ഒരു തേക്ക് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഓക്കെ, സന്തൂറിൻ്റെ ഓക്കെ, അപ്പം അതാണ് എന്തെന്ന് പറയുന്നത്, ഉസ്താദ് ബിന്ദാ ഖാൻ സാരംഗിയാണ് അദ്ദേഹത്തെ ഫേമസ് ആക്കിയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ ഫോളോവിങ് 5-year പ്ലാൻസ് ഓഫ് ഇന്ത്യ 5 IITs were set up in the country. താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏത് 5-year പ്ലാനിൻ്റെ അവസാനത്തോട് കൂടിയിട്ടാണ് രാജ്യത്ത് 5 IITs വന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യത്തെ IIT വന്നത് 1951 ഖരഗ്പൂരിലായിരുന്നു. ഖരഗ്പൂർ IIT ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നത്. അത് 1951 ഓക്കെ, മൂന്നാമത്തെ 5-year പ്ലാനിൻ്റെ അവസാനത്തോട് കൂടിയിട്ട് എവിടെയൊക്കെ IITs വന്നു? ബോംബെയിൽ വന്നു, മദ്രാസിൽ വന്നു, ചെന്നൈ IIT അല്ലേ, മദ്രാസിൽ വന്നു, കാൺപൂരിൽ വന്നു, കാൺപൂർ IIT, പിന്നെ എവിടെ വന്നു? ഡൽഹിയിലും IIT വന്നു. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? മൂന്നാമത്തെ 5-year പ്ലാനിൻ്റെ അവസാനത്തോട് കൂടിയിട്ടാണ് എവിടെയൊക്കെ IITs വന്നത്? ഖരഗ്പൂർ, ബോംബെ, മദ്രാസ്, കാൺപൂർ, ഡൽഹി, ഇവിടെയൊക്കെ എന്ത് വന്നത്? രാജ്യത്ത് 5ലധികം എന്ത് വന്നു? IITs വന്നു. ഓക്കെ, രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ വലിയൊരു എന്താ പറയുക, രാജ്യത്തിലെ പല പ്രമുഖരെയും നിർമ്മിച്ചു കൊണ്ടുവന്ന ആൾക്കാരാണ് IITs അല്ലേ.
അടുത്തത്, ദ ഗ്രീൻ റെവല്യൂഷൻ വാസ് ഇൻസ്ട്രുമെന്റൽ ഇൻ റെഡ്യൂസിങ് ഇന്ത്യസ് ഡിപ്പെൻഡൻസ് ഓൺ ഇമ്പോർട്ട്സ് ഓഫ്. ഗ്രീൻ റെവല്യൂഷൻ വന്ന ഹരിത വിപ്ലവത്തോട് കൂടിയിട്ട് നമുക്ക് പുറം രാജ്യങ്ങളിൽ നിന്നും എന്തിൻ്റെ ഇറക്കുമതിയെ ഡിപ്പെൻഡ് ചെയ്യണതാണ് കുറഞ്ഞത്? ഫുഡ് ഗ്രെയിൻസ് അല്ലേ? ഹരിത വിപ്ലവം വന്നതോട് കൂടിയിട്ട് നമ്മൾ എന്തായി, നമ്മുടെ നാട്ടിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനം കൂടി. അതോട് കൂടിയിട്ട് പുറം രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ ഉള്ള ആ ഒരു ഡിപ്പെൻഡൻസി എന്ത് ചെയ്തു? ഇന്ത്യ കുറഞ്ഞു കൊണ്ടുവന്നു. ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങളെല്ലാം തന്നെ മാക്സിമം എന്ത് തന്നെയാണ് ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലെവലിലേക്ക് എത്തിക്കാനായിട്ട് ആർക്ക് പറ്റി? ഗ്രീൻ റെവല്യൂഷന് പറ്റിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും അതിൽ പറയുന്ന ഭക്ഷ്യവസ്തുക്കളാണ് വീറ്റും റൈസും, ഗോതമ്പും അരിയും. നമ്മൾ ഇന്ത്യക്കാരുടെ ദേശീയ ഭക്ഷണമാണ് അല്ലേ ഗോതമ്പും അരിയും. നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയുള്ളവർക്ക് ഗോതമ്പില്ലാണ്ട് ഒന്നുമില്ല. സൗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ളവർക്ക് അരിയില്ലാണ്ട് ഉറങ്ങാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഈ രണ്ട് സാധനങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടുന്ന ഭക്ഷ്യധാന്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് രണ്ടും പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യണതിന് ഒരു അറുതി കൊണ്ടുവന്നത് എന്തിൻ്റെ വരവോട് കൂടിയിട്ടാണ്? ഹരിത വിപ്ലവത്തിൻ്റെ വരവോട് കൂടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മൈസൂരു ദസറ ഈസ് എ ഗ്രാൻഡ് സെലിബ്രേഷൻ ഇൻ ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ്. മൈസൂരു ദസറ എവിടെയാണ്? കർണാടകയിലാണ് അല്ലേ? മൈസൂര് കർണാടകയിലാണ്. ഒരു റോയൽ പ്രൊസഷനാണ് മൈസൂരു ദസറ. മൈസൂർ രാജകൊട്ടാരത്തിലാണ് അല്ലേ മൈസൂർ ദസറ നടക്കുന്നത്. കർണാടകയിലാണ്. അതെന്താണ്? വളരെയധികം ഒരു കൾച്ചറൽ എന്താ പറയുക, മൈസൂരു നഗരത്തിലാണ് ഇത് നടക്കുന്നത്. നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നത് പോലെ തന്നെ എന്താണ്, തിന്മയ്ക്ക് മേൽ നന്മ നേടിയ വിജയമായിട്ടാണ് നമ്മൾ മൈസൂരു ദസറ ആഘോഷിക്കുന്നത്. ചാമുണ്ടേശ്വരി ദേവിയുടെ സ്മരണാർത്ഥമാണ് നമ്മളിത് ആഘോഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ കർണാടകയുടെ വളരെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള സംസ്കാരവും കൾച്ചറും ഒക്കെ നമുക്ക് എന്തിൽ കാണാൻ പറ്റും? ഈ ഒരു ദസറ ആഘോഷത്തിൽ കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത്, ഇൻ വിച്ച് ഇയർ വാസ് ദ ഗാന്ധി ഇർവിൻ പാക്ട് സൈൻഡ്? ഗാന്ധി ഇർവിൻ പാക്ട് സൈൻ ചെയ്തത് ഏത് വർഷമാണെന്നാണ് ചോദിക്കുന്നത്. 1931 ഗാന്ധി ഇർവിൻ പാക്ട് സൈൻ ചെയ്തത്. ആരൊക്കെ തമ്മിലായിരുന്നു? മഹാത്മാഗാന്ധിയും ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ലോർഡ് ഇർവിനും തമ്മിലാണ് ഈ ഒരു പാക്ട് സൈൻ ചെയ്തത്. ഇതെന്തായിരുന്നു? ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിന്, അതായത് ഇന്ത്യയുടെ സ്വതന്ത്ര സമരത്തിന് ബ്രിട്ടീഷുകാർ ചെറുതായിട്ടൊരു എഗ്രി ചെയ്യുകയാണ്. അതായത് രാഷ്ട്രീയക്കാരെ തടവിലാക്കിയവരെയൊക്കെ റിലീസ് ചെയ്യാമെന്നും അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഈ പറയുന്ന സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻ്റ് ഒന്ന് നിർത്തുക. അതായത് നമ്മൾ പല രീതിയിലുള്ള മൂവ്മെൻറ്റുകൾ നമ്മൾ നടത്തിയില്ലേ, നിസ്സഹകരണ പ്രസ്ഥാനം, അങ്ങനെയുള്ള ഒരുപാട് പ്രക്ഷോഭങ്ങൾ നമ്മൾ നടത്തി. അപ്പോൾ അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെയൊക്കെ പുറത്തേക്ക് വിടാം, നമ്മൾ പതിയെ സ്വതന്ത്രം തരാനുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഗാന്ധിജിയും ലോർഡ് ഇർവിനും തമ്മിൽ സൈൻ ചെയ്ത ഒരു പാക്ട് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഉടമ്പടിയായിരുന്നു ഗാന്ധി ഇർവിൻ പാക്ട്. 1931 അത് സൈൻ ചെയ്തത്. ഓക്കെ, അടുത്തത്, ഇൻ ഒളിമ്പിക്സ് ടേബിൾ ടെന്നീസ് ഇവന്റ്, ഇഫ് ദ പോയിന്റ്സ് ആർ ടൈഡ് അറ്റ് 10-10, എ പ്ലെയർ ദെൻ ഹാസ് ടു സ്ട്രൈവ് ഫോർ എ ഡാഷ് പോയിന്റ് ലെഡ് ടു വിൻ ദ ഗെയിം. ഒളിമ്പിക്സിൽ ടേബിൾ ടെന്നീസ് നടക്കുന്ന സമയത്ത് അവിടെ പോയിന്റ്സ് 10-10 നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്ലെയർക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ എത്ര പോയിന്റ്സ് ആണ് അവിടെ അടിച്ചെടുക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. 2 പോയിന്റ്സ് എടുത്താൽ മാത്രമേ ആ പ്ലെയർ ജയിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അതായത് ഒന്നുകിൽ 12-10 ആവണം, അല്ലെങ്കിൽ 15-13 ആവണം. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒരു പ്ലെയർ 2 പോയിന്റിന് ലീഡ് ചെയ്താൽ മാത്രമേ എന്ത് പറയാനായിട്ട് പറ്റുള്ളൂ? അത് ഒരു ഫെയർ വിന്നായിട്ട്, ഒരു നല്ല രീതിയിലുള്ള ഒരു വിജയമായിട്ട് ഒളിമ്പിക്സിൽ കണക്കാക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം 2 പോയിന്റാണ് അവിടെ എടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിനകത്ത് നോക്കാനുണ്ടായിരുന്നത്. SSC GD മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ജനറൽ അവയർനെസ്സിൽ നിന്നും പ്രധാനപ്പെട്ടത് എന്നല്ല, കുറേയധികം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ എവിടെ നിന്നൊക്കെ നോക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ കിട്ടും. കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കണം, അതുപോലെ സ്പോർട്സ് നോക്കണം, ഇൻസ്ട്രുമെൻസിൻ്റെ കേസ് നോക്കണം. ഇങ്ങനത്തെ നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളിലൂടെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അധികം സമയമൊന്നും കളയണില്ല, നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോവുക, നന്നായിട്ട് പഠിക്കുക. പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുക. ഈ ഒരു ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.